സാധാരണയുള്ള പാനലല്ല, ഇത് ഒരു രഹസ്യ അറയാണ്. ഇതിനകത്ത് കഞ്ചാവും MDMAയും ഇതിരിക്കുന്നു. അവിടെ ഒരു സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടാൽ ഒരു മനുഷ്യനറിയത്തില്ല. ഏതാണ്ട് 1 മണിക്കൂറോളം ഇവിടെ പരിശോധന നടത്തിയതിന് ശേഷമാണ് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് നിന്ന് കഞ്ചാവ് കണ്ടെത്താൻ കഴിഞ്ഞത്. മറ്റൊരു രഹസ്യ അറ ബാത്റൂമിലാണ്, മുറിക്കകത്തെ അറ്റാച്ച്ഡ് ബാത്റൂം. നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന പോലെ ബാത്റൂമിൻ്റെ അടിയിലുള്ള ചെറിയൊരു ഇങ്ങനെ കണ്ടാൽ ഇത് സാധാരണഗതിയിൽ തന്നെയുള്ള ഒരു സംവിധാനമാണെന്ന് ഓർക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇവിടുത്തെ എക്സൈസ് ഉദ്യോഗസ്ഥൻ അത് മാറ്റി നമ്മളെ കാണിക്കും. ഈ രീതിയിൽ ഇതിനകത്ത് മറ്റൊരു പാനൽ, ആ പാനലിനകത്ത് ഒരാൾക്ക് അകത്തേക്ക് കയറിപ്പോകാം. ഇതിനകത്ത് മുഴുവൻ, അതായത് ഇത് കണ്ടോ, ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ അതിനകത്തേക്ക് കയറുകയാണ്. അതിൻ്റെ ആ ക്യാമറ അതിലേക്കൊന്ന് കയറ്റിവിട്ടാൽ അദ്ദേഹം നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഒരു ബാത്റൂമിൻ്റെ ഭിത്തി മുഴുവൻ അത്രയും ദൂരത്തിൽ മൊത്തം പൊള്ളയാക്കി വെച്ച് അതിനകത്ത് കഞ്ചാവ് വെച്ചിരിക്കുകയാണ്. കറണ്ട് ഉൾപ്പെടെ ഇതിനകത്ത് ഉണ്ട് എന്ന് പറയുന്നു. ബാക്കി ഇവിടെയൊക്കെ കഞ്ചാവ് ഉണ്ടോ എന്നറിയാൻ ബാക്കി പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടുപിടിക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? കുറേ സമയമെടുക്കും. ഒരുപാട് സമയമെടുത്തു. ഞങ്ങൾ വന്ന് ഏകദേശം 1 മണിക്കൂറോളം ഒരു വീട് നിരീക്ഷിച്ച് മുഴുവൻ മുക്കിലും മൂലയിലും അരിച്ചു പിറക്കിയിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. 2 അറ ഉള്ളത്. പിന്നെ ഇവർ നേരത്തെ വാഹനത്തിൽ അറയുണ്ടാക്കി ഞങ്ങൾ തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ കൂടെ നമുക്കുള്ളത് കാരണം ഇത് കണ്ടെത്താൻ ആ തടി പോലെ വെച്ചിരിക്കുന്നതിലൊരു സ്ക്രൂ കണ്ടുപിടിച്ചു. അത് ഇളക്കി നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു അറ അതിനകത്തുള്ളതായി. അവിടെ നോക്കിയപ്പോൾ കഞ്ചാവ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പിന്നെ നമുക്ക് സംശയമുള്ള ഇടത്തും വ്യക്തമായി നമ്മൾ പരിശോധിച്ചാണ് ഈ അറ കണ്ടത്. അതായത് ഇവൻ അറയുണ്ടാക്കാനൊരു വിദഗ്ധനാണ്. അതെ, മുൻപ് ഒരു ഈക്കോ വണ്ടിയില്ലേ, ഈക്കോ വാഹനത്തിലൊരു രഹസ്യ അറ ഉണ്ടാക്കി ഒരു 20 കിലോളം കഞ്ചാവ് കടത്തിയിരുന്നു. അന്ന് ഇതുപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വന്നപ്പോൾ എന്താ പറയുന്നത്? ഇത് ഇല്ലാന്ന് തന്നെയായിരുന്നു ആദ്യം പറയുന്നത്. നിങ്ങളെ കണ്ടപ്പോൾ ഒരു പരിഭ്രമമൊന്നും ഇല്ലായിരുന്നോ? അതായത് എക്സൈസ് മാത്രമല്ല, നിരവധി ഏജൻസികൾ ഇതിൻ്റെ പുറകെയുണ്ട്. ഇവ സ്ഥിരം ഒരു കുറ്റവാളിയാണ്. ഇപ്പോൾ ഇന്നലെയും നമ്മൾ മാത്രമല്ല മറ്റ് ഏജൻസികൾ ഈ വീട്ടിലേക്ക് പരിശോധന നടത്തിയെന്നാണ് ഞങ്ങൾ കിട്ടിയവർ. അപ്പോൾ സ്ഥിരമായിട്ട് വന്ന് പരിശോധിക്കുമ്പോൾ ഒന്നും കാണാറില്ല. പക്ഷേ ഇവിടെ നിന്ന് സാധനം പോയിട്ടുണ്ട്. അത് കൃത്യമായി പരിശോധിക്കണം. കൃത്യമായി ഇതിനകത്ത് തന്നെയാണ് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിനകത്ത് കയറി പരിശോധിച്ചത്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഓരോ മുക്കും മൂലയും അത് പരിശോധിച്ച് നമ്മുടെ ജീവനക്കാരുടെ പ്രാഗൽഭ്യം കൊണ്ട് തന്നെയാണ് ഈ രഹസ്യ അറ കണ്ടെത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്. അടുത്തൊന്നും ഇങ്ങനെ ഒന്ന് കണ്ടെത്തുന്ന ഉണ്ടായിട്ടുണ്ടാവില്ല? ഇല്ല. ഇത് നിലവിൽ ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു അറ നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഈ അറ കണ്ടുപിടിക്കുന്നതിന് തന്നെ മണിക്കൂറുകളോളം നമ്മൾ ഈ വീട് പരിശോധിച്ചാണ് ഈ അറ തന്നെ കണ്ടുപിടിക്കപ്പെട്ടത് തന്നെയാണ്. അതായത് കുറേ ദിവസമായി ഇവരുടെ പിന്നിലുണ്ട്. ഇതാണ് MDMA വിൽക്കാനുള്ള കവറാണ്. ഇവർ പരിശോധനയുടെ ഭാഗമായിട്ട് എടുത്ത് പുറത്തിട്ടതാണ്. ഇതിനകത്ത് ചെറിയ ഗ്രാം MDMA